സമയം 5:30 ആയില്ലേ? ഫസ്റ്റ് ഈദാണ്. യു എയിൽ വന്നിട്ട് ആദ്യമായിട്ടുള്ള ഈദാണ്. 5:30 ആയപ്പോഴേക്ക് നേരം എടുത്ത്. നല്ല വെളിച്ച്. 5:30 ആയപ്പം നല്ല വെളുത്ത്. 5:30ക്കാണ് നിസ്കാരം. ഇതാണ് ടാസ്ക്, റോഡ് ക്രോസ് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല ബുദ്ധിമുട്ട്. $150 സ്പീഡാണ്. പെട്ടെന്ന് ചാടി വരി പോയി. പള്ളി പോവാൻ റിസ്ക്കാണ്. പള്ളി പോകാൻ ഏറ്റവും വലിയ റിസ്ക്. റോഡ് കാലിയാണ്, ആരുമില്ല. ചാടല്ലേ? എല്ലാവരും നിസ്കരിക്കുന്നു. ഒരു ഷോപ്പ് പോലും ഇല്ല. 24 മണിക്കൂറുള്ള ഷോപ്പ്, 24 ഹവേഴ്സുള്ള ഷോപ്പുകൾ ക്ലോസ് ആണല്ലോ. ഒരു വണ്ടി പോകുന്ന ലിഫ്റ്റ് ചോദിക്കാം. ലിഫ്റ്റ് കിട്ടുമോ? ലിഫ്റ്റ് കിട്ടുമോ? അല്ല, ലിഫ്റ്റ് കിട്ടുമോന്ന് ടാസ്ക് അതാ. മലയൊക്കെ നല്ല വ്യക്തമായി തെളിഞ്ഞ് കാണുന്നുണ്ട് മല. വണ്ടി വരുന്നുണ്ട്. ലിഫ്റ്റ് ഷോ. അതാ അവിടെ നിർത്തിയോ? അവിടെ അങ്ങനെ തന്നെയാണ്. ഞാനവിടെ ഉണ്ടോ? വീഡിയോ എടുക്കുന്ന പോലീസ് വായിക്കും. എന്തിനാ വീഡിയോ എടുക്കുന്നതെന്ന്? ഇല്ലല്ലോ, പോലീസ് വായിക്കും. എന്തിനാ? അല്ല, ഇവിടെ ലൈസൻസും പോലീസ് സെക്യൂരിറ്റി അല്ലേ? ഷെയ്ഖെന്തിലുണ്ടാകും. വേറെല്ലാം കാണുമായിരിക്കും. അപ്പുറം എല്ലാം പോലീസുണ്ട്. ഷൂ അവിടെ കഴിച്ചു വയ്ക്കാം. ഷൂ അവിടെ ഞാൻ കഴിച്ചേക്കാം. അല്ല, ഇത് തുടങ്ങി, നിസ്കാരം തുടങ്ങിയല്ല. ആണ്ട ഇത് നിസ്കാരം തുടങ്ങി. അതല്ല പറഞ്ഞേ, ഈദിൻ്റെ നിസ്കാരത്തിനുള്ള ഗ്രൗണ്ടാണ് ഇത്. ഈദ് നിസ്കാരത്തിനുള്ള കപ്പെടുത്ത് വെച്ച്. പക്ഷെ ഇത് രാത്രി പൊടിക്കാറ്റില്ലേ കേൾക്കാം. ഫുൾ ആളാണല്ലോ. എവിടെ കേട്ടോ? وأبشاركم عليكم حرام كحرمة يومكم هذا في شهركم هذا في بلدكم هذا. اللهم وفقنا للعمل بوصايا نبيك صلى الله عليه وسلم والالتزام صلى الله عليه وسلم في خطبة حجة الوداع إذ قال: ألا فليبلغ الشاهد الغائب.
فتلكم يا عباد الله هي قيم ديننا التي نستحضر. ഈദ് കഴിഞ്ഞ് ഈദ് നിസ്കാരം കഴിഞ്ഞ് റൂമിലോട്ട് പോകാനുള്ള പരിപാടികൾ. ഈദ് നിസ്കാരത്തിനുള്ള ഗ്രൗണ്ടാണ്. നല്ല ആളുണ്ടായിരുന്നു അല്ലേ? ഈദ് നിസ്കാരം കഴിഞ്ഞ് 6 മണിയായപ്പം കഴിഞ്ഞു. 5:45 തുടങ്ങി. മലയൊക്കെ എന്താ. നിങ്ങൾ മൊബൈൽ എടുത്തില്ല? അങ്ങനെ തിരിച്ചു വരാൻ നേരത്തൊരു മലയാളി ലിഫ്റ്റ് ആണ്. അങ്ങനെ തിരിച്ച് റൂമിലോട്ട് പോവാം. ഇനി അത് കണക്കിന് ഓപ്പോസിറ്റ് റോഡ് ക്രോസ് ചെയ്ത് പിന്നെയും പോകണം. അതാണ് റിസ്ക്. അതാണ് പ്രവാസിയുടെ ഒരു ദിവസത്തെ ലൈഫ്. എന്ന് പറഞ്ഞാൽ പെരുന്നാളിൻ്റെ ദിവസം നല്ല. തിരിച്ച് പിന്നെയും റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകണം. എന്തായാലും ലൈഫ് ഒന്നും പറയണ്ട. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അങ്ങോട്ട് പോകുന്ന നേരത്ത് വണ്ടി കുറവായിരുന്നു. പ്രധാന സ്ഥലം തന്നെ വണ്ടി കൂടി. അങ്ങനെ തിരിച്ച് പിന്നെയും റൂമിലിട്ട് എങ്ങനെയെല്ലാം തിരിച്ച് റൂമിലെത്തിയില്ലേ? അങ്ങനെ തിരിച്ച് പിന്നെയും റൂമിലോട്ട്. അങ്ങനെ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് പിന്നെയും റൂമിലോട്ട്. റൂമിൽ എല്ലാവരും പോയിരിക്കുക. നമ്മൾ നേരത്തെ കഴിഞ്ഞു. നമ്മൾ ഓപ്പണായിട്ടുള്ള സ്പേസിലാണ് പോയത്. നേരത്തെ